നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലില്ലേ അവരോട് ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വേദനിപ്പിച്ചവരെ തിരിച്ച് വേദനിപ്പിക്കുക തന്നെ വേണം. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്. അങ്ങനെ തിരിച്ച് വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ജീവിതത്തിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ നാർസിസ്റ്റായ പേഴ്സണൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ട് അവർ കടന്ന് സന്തോഷിക്കുന്നുണ്ടാവും. നമ്മൾ കരയണ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഉള്ളിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും. അതിനൊരു ഇട നമ്മൾ കൊടുക്കാൻ പാടില്ല. കാരണം അവരെ തിരിച്ച് വേദനിപ്പിക്കുക തന്നെ വേണം. നമ്മൾ എന്ത് നരകിച്ചോ അവരെ അത് നരകിപ്പിക്കുക തന്നെ വേണം. എന്ന് പറഞ്ഞിട്ട് അവരെ കൊന്നു കളയണം എന്നല്ല, മാനസികമായിട്ട് അവരെ തളർത്തണം. അതായത് ഒരു നാർസിസ്റ്റായ പേഴ്സൺ നിങ്ങളെ ആദ്യം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ഗൾട്ട് ട്രിപ്പ് ഫീൽ ചെയ്യുക എന്നാണ്. ഗൾട്ട് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ കരയരുത്. അതിന് പകരം അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ട് നീ അവിടെ ബ്ലെയിമാണ് ചെയ്യേണ്ടത്. കാരണം നീ ഫീലായി എന്ന് കാണിക്കാം, പക്ഷെ കരയരുത്, ദേഷ്യപ്പെടരുത്. നീ ദേഷ്യപ്പെട്ടാൽ അത് അവർക്കൊരു ഇന്ധനമായി മാറും. അതും പറഞ്ഞിട്ട് അവര് ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ ഒരു സംശയാലുവാക്കും. നിങ്ങൾ അവരുടെ സ്വഭാവത്തെ പറ്റി ബ്ലെയിം ചെയ്ത കാരണം നീ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ ഇങ്ങനെ ഒരു ചറ്റയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അവിടെ പറയാം. ഇത് അവർക്ക് ഫീൽ ആവുമെങ്കിലും അവർ വെളിയിൽ കാണിക്കില്ല, മനസ്സിൽ തട്ടും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും നിങ്ങൾ അവരുടെ ഫിസിക്കലി ഉള്ള ബോഡി ഷെയ്മിങ് ആണ് അവിടെ ചെയ്യേണ്ടത്. അത് പബ്ലിക്കായിട്ടും ചെയ്യാം, പ്രൈവറ്റായിട്ടും ചെയ്യാം. പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ വേണമെച്ചാൽ പബ്ലിക് നിങ്ങളെ കുറ്റം പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ പ്രൈവറ്റായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു നോക്ക്, ബോഡി ഷെയിം ചെയ്ത് നോക്ക്, അത് അവർക്ക് സഹിക്കില്ല. ബോഡി ഷെയിം ചെയ്യണ ആർക്കും സഹിക്കില്ല. പക്ഷെ നാർസിസ്റ്റിന് ഒട്ടും സഹിക്കില്ല അവരെ ബോഡി ഷെയിം ചെയ്യുക. ബോഡി ഷെയിം ചെയ്യുമ്പോൾ അത് അവരെ ഫ്യൂച്ചറിൽ എങ്ങനെ ബാധിക്കും എന്നും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അവർക്കത് സഹിക്കില്ല. അവര് നിങ്ങൾക്കെതിരെ പറയൽ കുറച്ച് കമ്മിയാക്കും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് സൈലൻസ് ഈസ് എ വെപ്പണാണ്. അവരെന്തെങ്കിലും നിങ്ങളെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ പ്രതികരിക്കാൻ പോകാൻ പാടില്ല, അതിനൊരു മറുപടി കൊടുക്കാൻ പോകാൻ പാടില്ല. അവർ നിങ്ങൾക്കെതിരെ കുറ്റം പറയുകയായിരിക്കും. എന്ത്? നിങ്ങളുടെ അടുത്തല്ല, മറ്റൊരാളുടെ അടുത്ത് കുറ്റം പറയുകയായിരിക്കും. പക്ഷെ അത് നിങ്ങൾ കണ്ടില്ല നടക്കണം. അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കാൻ പാടില്ല. അതിനെ നിർബന്ധിച്ച ഓക്കെ എന്ന് ചെറിയ ഷോർട്ടായിട്ട് ആൻസറിൽ പറയുക. അങ്ങനെ ആൻസർ പറയുമ്പോഴും അത് ധൃതി വെച്ചിട്ട് പറയുക. അവരുടെ കണ്ണിലേക്ക് നോക്കാനും പാടില്ല, മുഖത്തേക്ക് നോക്കാനും പാടില്ല, മാറിയിട്ട് നിങ്ങൾ നടക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും അവർക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് തോന്നും. അപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള പ്രതികരണം കമ്മിയായി വരും. ഇത് അവരെ മാനസികമായിട്ട് നന്നായിട്ട് തളർത്തുകയും ചെയ്യും. നെക്സ്റ്റ്, ഡിറ്റാച്ച് ഡിഗ്നിറ്റി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണാതാവുക. അതായത് അവരായിട്ട് ഒരു ബന്ധം വെക്കാൻ പാടില്ല, എല്ലാം ബ്ലോക്ക് ചെയ്തേക്ക്. പണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അങ്ങനെയുള്ള എന്തും അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാൻ പാടില്ല. അത് അവര് ഭയങ്കരമായിട്ട് ഡൗൺ ആകും. ഇങ്ങനെ ഡൗൺ ആകുമ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവര് നിങ്ങളെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കുറ്റം പറയാൻ തുടങ്ങും. നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത്, നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത്, നിങ്ങളുടെ അമ്മയുടെ അടുത്ത്, നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്ത്, നിങ്ങളെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത്, ഇതെല്ലാം നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് നിങ്ങളായിട്ട് അകറ്റി നിർത്തും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ അങ്ങനെയല്ല ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ന്യായീകരിക്കാൻ പോവും. നിങ്ങൾ അവളെ വിളിച്ചിട്ട് അയാളെ ചൂടാവാൻ ശ്രമിക്കും. അപ്പോഴും ആ കോണ്ടാക്റ്റ് അയാൾക്ക് കിട്ടുകയാണ്, നിങ്ങൾ അവിടെ തോറ്റു പോവുകയാണ്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളെ പറ്റിയിട്ട് ആരുടെ അടുത്താണ് കുറ്റം പറഞ്ഞത് അയാളുടെ അടുത്ത് തെളിവ് സഹിതം ഒന്ന് ജസ്റ്റ് നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് കാണിക്കാം. ഇനി അത് കൂടി വരികയാണെങ്കിൽ നിങ്ങൾ മാനനഷ്ടത്തിന് സുഖമായിട്ട് ഈ നാർസിസ്റ്റിനെതിരെ കേസ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് അയാൾ നിങ്ങളെ പറ്റി ആരടുത്തൊക്കെ കുറ്റം പറഞ്ഞിട്ടോ അവരെല്ലാവരും ഉറപ്പാക്കിയിട്ടുണ്ടാവും. നാർസിസ്റ്റിന്റെ പേര് ചീത്തയാണ്, നാർസിസ്റ്റിന് ഇഷ്ടമുള്ള കാര്യമല്ല. അവർ ടോട്ടലി ഡൗൺ ആവും, അവരുടെ കൺട്രോൾ പോവും, അവർ മാനസികമായിട്ട് തളരും, നരകിക്കും. നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ എല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോവും. അവർ പിന്നെ ഭയങ്കര വെപ്രാളത്തിലാവും, അവർ തീ പിടിച്ച ഓട്ടത്തിലായിരിക്കും. കാരണം എല്ലാവരുടെ മുന്നിലും അയാൾ അവിടെ നാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ്, ഇമോഷണൽ കാം ടോൺ. അവരെന്തായാലും മൂട്ടിൽ തീ പിടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വരികയായിരിക്കാം, വേണിച്ച ദേഷ്യപ്പെടുകയായിരിക്കാം, അവർ വേണിച്ച സെന്റിമെന്റ്സ് കാണിക്കുകയായിരിക്കാം. ആ ഒരു സെന്റിമെന്റ്സ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സലിവ് തോന്നാൻ പാടില്ല. നിങ്ങൾ അപ്പോൾ ചിരിക്കണം. കാരണം നിങ്ങൾ അവിടെ ഇമോഷണലായ അവർക്ക് മനസ്സിൽ സന്തോഷം തോന്നും, ഞാൻ ജയിച്ചു എന്നുള്ളത്.
അങ്ങനെ വരാൻ പാടില്ല. അവർക്ക് അവരുടെ ഈഗോ ഡാമേജ് ചെയ്യണ തരത്തിൽ വേണം നിങ്ങൾ അവിടെ കളിക്കാൻ. നിങ്ങൾക്ക് ഇമോഷണലി ഹേർട്ട് ആയിട്ടില്ല എന്ന് കാണിക്കണം. അവരുടെ ഈഗോ ഡാമേജ് ചെയ്യണത് അവർക്ക് എന്തായാലും സഹിക്കില്ല. അവർ വീണ്ടും അവരുടെ പരിസരം മറക്കും എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം നിങ്ങൾ അവിടെ ഇമോഷണൽ ആയിട്ട് പെരുമാറുമ്പോഴോ വേണച്ച ബ്ലോക്ക് ഒക്കെ എടുത്ത് മാറ്റുമ്പോഴോ നിങ്ങൾ അവിടെ അറ്റൻഷൻ കൊടുക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ അവിടെ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അവർ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് ഒരു പടി എന്തായാലും സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടും നിങ്ങൾ അവിടെ ഒട്ടും അറ്റൻഷൻ കൊടുക്കരുത്. നിങ്ങളുടെ പണി എന്താ നോക്കണം, അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ പണി നോക്കിയിട്ട് നിങ്ങൾ സെൽഫ് ഗ്രേഡായിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ആവുകയാണെങ്കിൽ അത് അവർക്ക് ഒട്ടും പറ്റില്ല. അവരെന്തായാലും ഡൗൺ ആവുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾ അവരെ പറ്റിയിട്ട് ഒന്നും അന്വേഷിക്കാൻ പാടില്ല. അവരെന്ത് ചെയ്യണു, ഏത് ചെയ്യണു, എങ്ങനെയൊക്കെ ചെയ്യണു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കാൻ പാടില്ല. കാരണം ഒരു പരിധി വരെ അവർ നിങ്ങളെ ഇമോഷണലി തളർത്താനേ നോക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്കെതിരെ വേറൊന്നും ഒരു നാർസിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ചെയ്യാനുള്ള ഒരു ധൈര്യവും അവർക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അവിടെ ആക്ഷൻ എടുത്തിട്ട് അവരുടെ കാര്യം ഒട്ടും നോക്കാണ്ടിരിക്കുകയാണെങ്കിൽ അവരെന്തായാലും നിങ്ങളെ പിന്നെ ഹുക്ക് ചെയ്യാൻ വരില്ല. അവർ വേറൊരാളെ തേടി പോവുകയുള്ളൂ. ആ തേടി പോകുമ്പോഴും നിങ്ങൾ എന്തായി എന്നുള്ളത് അവർ അന്വേഷിച്ചും കൊണ്ടേയിരിക്കും. അങ്ങനെ അന്വേഷിക്കട്ടെ, അവരുടെ സമയം പോട്ടെ, അവരുടെ ജീവിതം പാഴാവട്ടെ. നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി അത് അറിയുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളെ ഹുക്ക് ചെയ്യാനും നിങ്ങളെ വേദനിപ്പിക്കാനുമാണ് അവർ ടൈം കളയുന്നത്, അല്ലാണ്ട് അവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ രക്ഷപ്പെടാണ്ടിരിക്കുന്നിടത്തോളം കാലം അവരെന്തായാലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോ നിങ്ങൾ അവരായിട്ടൊരു കോണ്ടാക്ട് ഭാവിയിൽ വെക്കേണ്ട ഒരു അവസ്ഥ വന്നാലും നിങ്ങൾ ഫേക്ക് കോംപ്ലിമെന്റ്സ് കൊടുക്കുക. കാരണം നിങ്ങൾ എന്തായാലും അവരുടെ ഈഗോ ഡാമേജ് ചെയ്തിട്ടുണ്ടാവും. ആ ഡാമേജ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പറ്റി നല്ലത് പറ. നാർസിസ്റ്റ് നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ വരില്ല. അത് അങ്ങനെയാണ്. കാരണം അവരുടെ ഈഗോനെ നല്ലത് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണിച്ചാൽ അവർ എന്ത് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഈഗോയിൽ നിങ്ങൾ കോംപ്ലിമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അവർക്ക് സൂചിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ ആവശ്യമായിട്ട് അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു നോക്കിക്കോളൂ. അവർ കൂടുതലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ താല്പര്യമുണ്ട്. അവർ എപ്പോഴും നിങ്ങളുടെ അടിമയാവാനും സാധ്യത വളരെ കൂടുതലാണ്. ഇത് നാർസിസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടെക്നിക്ക് മാത്രമാണ്. ഇത് മാത്രം ചെയ്താൽ എന്തായാലും നാർസിസ്റ്റ് കൺട്രോൾ ആവില്ല. ഇതിലും ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ വല്ലതും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.